എന്താണ് പരിപാടി? ഇപ്പം 2-3 ദിവസമായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഓഡിയോസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. വോയിസ് ഓവർ ചെയ്യാൻ സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇതാ ഒരു ഉച്ചയൂണ് സ്പെഷ്യൽസ് കാണാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചക്ക പുഴുക്കുണ്ടായിരുന്നു. ചക്ക നിയർ ബൈ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പം നമ്മളത് ചക്ക പുഴുക്കുണ്ടാക്കി. അപ്പോൾ പിന്നെ എന്തായാലും ചിക്കൻ കറി അങ്ങോട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതും കൂട്ടി ഒരു ചായയും കൂട്ടി അങ്ങോട്ട് 11 മണിയായപ്പോൾ അങ്ങോട്ട് അടിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അഹിമോന് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ഞാനത് ചോറിൻ്റെ കൂടെ ഞാൻ കൂട്ടി കൊടുക്കലാണ്. അത് ഞാൻ വാരി കൊടുക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. ആൾ രാവിലെ തൊട്ട് പറയുന്നായിരുന്നു സേമിയ പായസം ഉണ്ടാക്കണം എന്നുള്ളത്. കുറേ ദിവസങ്ങൾ മുന്നേ തൊട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടാറേ ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സേമിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സാവനരി സേമിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പാലില്ല. അപ്പോൾ ഒരു പാക്ക് പാല് ഷൈജേട്ടൻ പോയി വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം നമ്മൾ സാവനരി കഴുകി വെച്ചിട്ടുണ്ട്. അത് ഇട്ടു. സേമിയം വറുത്തിട്ട് നമുക്കതിലേക്ക് ഇടാൻ വിചാരിച്ചു. ഞാൻ സേമിയം വറുക്കാൻ ഞാൻ കുളിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ലേറ്റായിട്ടായിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത്. ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആണ് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ നമ്മൾ സേമിയൊക്കെ നന്നായിട്ട് വറുക്കാൻ പോവുകയാണ് നീരിട്ടിട്ട്. മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്ന് പറയുന്നത് നമ്മുടെ സേമിയ പായസമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പം കുറച്ചെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി കുടിക്കുക. മറ്റേതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കുടിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഇഷ്ടം അടപ്രഥമനാണ്. അങ്ങനെ നമ്മുടെ സേമിയൊക്കെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇവിടെ ചക്കപ്പുഴുക്കുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊന്നും അധികമൊന്നും പോകില്ല. പിന്നെ അവൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ സേമിയ നന്നായി കറുമുറയായിട്ടുണ്ട്. നമ്മുടെ നെയ്യിലൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു കറുമുറി സെക്ഷൻ ആയപ്പം നമ്മളതിലേക്ക് ഇടാൻ വേണ്ടി പോകും. അഹിമോ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പായസം റെഡി ആവാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ആൾ. അപ്പം ഞാനിതാ പായസമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു സുലൈമാനി ഇടാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്കൊക്കെ തിന്നതല്ലേ, വയറിനൊരു ഗ്യാസിൻ്റെ ഒരു ലക്ഷണമൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സുലൈമാനി ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കാൻ. ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കുടിക്കുന്ന സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്ക് ഇവിടെ നാരങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടും കേട്ടോ. അങ്ങനെ ഞാൻ കുടിക്കുമ്പോൾ എന്തായാലും അഹിമോനും വേണം. അത് വേറെ കാര്യം, അവനും ഇഷ്ടമാണ്. അവൻ മരുന്ന് ചായ എന്നാണ് കേട്ടോ പറയുക ഇതിന്. അവന് വയറുവേദനയൊക്കെ വരുന്ന സമയത്ത് ഞാൻ വേഗം ഇത് ഇട്ട് കൊടുക്കും. അപ്പം അവൻ ഇട്ടൊരു പേരാണ് മരുന്ന് ചായ എന്നുള്ളത്. അങ്ങനെ പായസം നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ച് തണിച്ചിട്ട് അഹിമോന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഓക്കെ, ബൈ.